ശ്രീ സി മുകുന്ദൻ, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി. മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, നവകേരള നിർമ്മിതിയിൽ പട്ടികവർഗ വിഭാഗങ്ങളെ കൂടി ചേർത്ത് നിർത്തുന്നതിനായി വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യ വികസനം, സാംസ്കാരിക പൈതൃക സംരക്ഷണം, നിയമപരിരക്ഷ എന്നീ മേഖലകളിൽ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളാണ് വകുപ്പുകൾ നടത്തിവരുന്നത്. നിലവിൽ വകുപ്പുകൾ നടത്തിവരുന്ന പദ്ധതികൾക്ക് പുറമെ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം നിരവധി നൂതനങ്ങളായിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്നു. ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങളിലൂടെ കൊടുത്തിട്ടുണ്ട്. സാർ, ബി, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെ അതിദാരിദ്ര്യമുക്തമാക്കുന്നതിന് അടിയ പണിയ പ്രത്യേക ദുർബല ഗോത്ര വർഗ്ഗക്കാർ, വനത്തിൽ ജീവിക്കുന്ന പട്ടികവർഗ്ഗക്കാർ എന്നിവർക്കുള്ള പ്രത്യേക പരിപാടി, ഭക്ഷണത്തിനുള്ള സഹായം, ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള പരിപാടി, സമഗ്ര പട്ടികവർഗ ആരോഗ്യ സംരക്ഷണം, ഭവന നിർമ്മാണം, അപൂർണമായ വീടുകളുടെ പൂർത്തീകരണം, ഭവനരഹിത പട്ടികവർഗ്ഗക്കാരുടെ ഭവന നിർമ്മാണം, അംബേദ്കർ സെറ്റിൽമെൻറ്റ് വികസന പദ്ധതി, പട്ടികവർഗ ഉന്നതികൾക്കായിട്ടുള്ള ഉപജീവന മിഷൻ, പട്ടികവർഗ്ഗക്കാർക്കായുള്ള വരുമാനദായക കാർഷിക ഉദ്യമം, കേരള ട്രൈബൽ പ്ലസ്, പട്ടികവർഗ ക്ഷേമ സ്ഥാപനങ്ങൾക്കുള്ള സഹായം തുടങ്ങിയവ നടപ്പാക്കി വരുന്നു. സാർ, സി, ഇത് സംബന്ധിച്ചുള്ള അനുബന്ധം കൂടുതൽ വിശദമായിട്ട് അനുബന്ധം കൊടുത്തിട്ടുണ്ട്. സാർ, അടുത്ത ഡി, പട്ടിക വിഭാഗത്തിലെ ബിരുദധാരികളും അഭ്യസ്തവിദ്യരുമായ യുവതി യുവാക്കൾക്ക് ബന്ധപ്പെട്ട പഠന മേഖലകളിൽ മികച്ച തൊഴിൽ പരിചയം ആർജിക്കുന്നതിന് അവസരം നൽകുന്നതിനായി വകുപ്പിൽ ട്രേസ്, അതായത് ട്രെയിനിങ് ഫോർ കരിയർ എക്സലൻസ് പദ്ധതി നടപ്പിലാക്കി വരുന്നു. സാർ, ട്രേസ് പദ്ധതി, നൈപുണ്യ പരിശീലനം എന്നിവ മുഖേന നടപ്പിലാക്കി വരുന്ന പരിശീലന പദ്ധതികൾ സംബന്ധിച്ച വിവരങ്ങളും കൂടുതലായിട്ട് അനുബന്ധം മെച്ചപ്പെടുത്തി പോകുന്നു. സാർ, താങ്ക് യു. ശ്രീ സി മുകുന്ദൻ. സാർ, എൻ്റെ ചോദ്യം നവകേരള നിർമ്മിതിയുമായി പട്ടികവർഗ വിഭാഗത്തിൻ്റെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ടതാണ്. എൻ്റെ ചോദ്യം, വലിയ പട്ടികജാതി നഗരങ്ങളുടെയും സെറ്റിൽമെൻറ്റുകളുടെയും അടിസ്ഥാന സൗകര്യത്തിനായി അംബേദ്കർ വികസന പദ്ധതി നടപ്പാക്കുന്നുണ്ടല്ലോ. അതുപോലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളുടെയും ചെറിയ നഗരങ്ങളുടെയും വികസനത്തിനായി എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ടോ? യെസ്, മിനിസ്റ്റർ. സാർ, നമ്മുടെ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ 25ഓളം വരുന്ന വീടുകൾ ഉൾപ്പെടുന്ന ഉന്നതികളിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അംബേദ്കർ സെറ്റിൽമെൻറ്റ് പദ്ധതി 1 കോടി രൂപ അനുവദിച്ചുകൊണ്ട് നമ്മൾ നടപ്പാക്കി വരുന്നുണ്ട്. ഒരു സാമ്പത്തിക വർഷം പട്ടികജാതി വകുപ്പിൽ 50 യൂണിറ്റുകളും പട്ടികവർഗ വകുപ്പിൽ 50 യൂണിറ്റുകളുമായിട്ട് നടപ്പാക്കി വരുന്നു. അതിന് പുറമെ ഇവിടെ MLA സൂചിപ്പിച്ചതുപോലെ 25-ൽ താഴെ ഗുണഭോക്താക്കളുള്ള ഉന്നതികളിൽ, ഇപ്പോൾ 15-ന് താഴെയുള്ള ഉന്നതികളിൽ പ്രത്യേക ഒരു ഘടകപതിയായിട്ട് ഒരു പദ്ധതി കൂടി, ഐശ്വര്യ ഗ്രാമം എന്ന ഒരു പദ്ധതി കൂടി ആവിഷ്കരിച്ച് ഇപ്പോൾ നടപ്പാക്കുന്നതിന് വേണ്ടി ഈ വർഷം ആരംഭിക്കാൻ കുറിച്ചിട്ടുണ്ട്. സാർ, യെസ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, പട്ടികജാതി വർഗ വിഭാഗങ്ങൾ സമൂഹത്തിൽ നേരിടുന്ന വെല്ലുവിളികളും ചൂഷണങ്ങളും ഫലപ്രദമായി തടയുന്നതിനും തുല്യ സ്വതന്ത്രവും അവകാശങ്ങളും ഉറപ്പുവരുത്തുന്നതിന് കഴിഞ്ഞിട്ടുണ്ടോ? യെസ്, മിനിസ്റ്റർ. സാർ, അത്തരം കാര്യങ്ങൾ, ഒറ്റപ്പെട്ട വിഷയങ്ങൾ സർക്കാരിൻ്റെയും വകുപ്പിൻ്റെയും ശ്രദ്ധയിൽ വളരാറുണ്ട്. സാർ, അത്തരം അവസരങ്ങളിലൊക്കെ തന്നെ വകുപ്പും ഗവൺമെൻറ്റും ക്രിയാത്മകമായിട്ടുള്ള നടപടി ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചു വരുന്നുണ്ട്. ശ്രീ വി ശശി. സാർ, മിനിസ്റ്റർ. വനാവകാശ നിയമപ്രകാരം എത്ര കുടുംബങ്ങൾക്ക് കൈവകാശ രേഖയും ഭൂമി പട്ടയവും വനഭൂമിക്കുള്ള അവകാശ രേഖയും നൽകി എന്ന് വ്യക്തമാക്കാം? യെസ്, മിനിസ്റ്റർ. സാർ, നമ്മൾ ഇപ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒട്ടനവധി കുടുംബങ്ങൾക്ക് നമ്മളിപ്പം ഭൂമി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി നമ്മൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അതുപ്രകാരം വനാവകാശ പ്രകാരം 3126 കുടുംബങ്ങൾക്ക് 4224.55 ഏക്കർ ഭൂമിക്ക് കൈവശ രേഖയും 27 കുടുംബങ്ങൾക്ക് 20.98 ഏക്കർ റവന്യൂ ഭൂമിയും പട്ടയവും 718 കുടുംബങ്ങൾക്കായി 243.80 ഏക്കർ നിക്ഷിപ്ത വനഭൂമിക്കുള്ള കൈവശ രേഖയും നൽകി. കൂടാതെ ലാൻഡ് ബാങ്ക് പദ്ധതി പ്രകാരം 314 കുടുംബങ്ങൾക്ക് 62.86 ഏക്കർ ഭൂമിയും വാങ്ങി നൽകിയിട്ടുണ്ട്. സാർ, ഇത്തരത്തിൽ 4185 കുടുംബങ്ങൾക്കായി ആകെ 4552.19 ഏക്കർ ഭൂമി നൽകിയിട്ടുണ്ട്. വനാവകാശത്തോടെ ലഭിച്ച മുഴുവൻ കുടുംബങ്ങളെയും
റവന്യൂ രേഖകൾ നൽകുന്നതിനുള്ള നടപടിയും യെസ് സ്വീകരിച്ചിട്ടുണ്ട്. ശ്രീമതി CK ആശ. സർ, പട്ടികജാതി പട്ടികവർഗ വകുപ്പുകളുടെ അഭിമാന പദ്ധതിയായ ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പിലൂടെ നമ്മുടെ ഈ സർക്കാരിൻ്റെ സമയത്ത് 1000-ലധികം കുട്ടികളാണ് സർ വിദേശത്ത് പഠനം നടത്തുന്നത്. സർ, അത്തരത്തിലൊരു സാധ്യത ഉണ്ടാക്കിയ സർക്കാരിന് വിഭാഗങ്ങളുടെ പേരിലുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. സർ, എൻ്റെ ചോദ്യം, അത്തരത്തിൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ഇറങ്ങുന്ന കുട്ടികളുടെ തൊഴിൽ സാധ്യതകളെക്കുറിച്ച് വകുപ്പ് പഠനം നടത്തിയിട്ടുണ്ടോ? അത്തരത്തിൽ ഒരു പഠനം നടത്തിയിട്ടില്ല എങ്കിൽ അടിയന്തരമായി തന്നെ അവരുടെ തൊഴിൽ സാധ്യതയെപ്പറ്റി ഒരു പഠനം നടത്തുന്നതിന് വകുപ്പിന് സാധിക്കുമോ എന്നുള്ളതാണ്. സർ, ഇത് സംബന്ധിച്ച് വകുപ്പ് നിരവധി പദ്ധതികൾ നടപ്പാക്കി വരും സർ. ഇപ്പോൾ 1160 കുട്ടികളെയാണ് സാർ നമ്മളിപ്പോൾ വിദേശത്ത് അയച്ചിട്ടുള്ളത്. വിദേശ രാജ്യങ്ങളിലുള്ള ഉന്നതമായിട്ടുള്ള സർവകലാശാലകളിൽ കുട്ടികളെ അവിടെ വിട്ട് പഠിപ്പിക്കുകയും ആ രാജ്യത്ത് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഉടമ്പേക്ക് മുഖാന്തരം പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടാണ് സാർ ഈ പദ്ധതി നടപ്പാക്കുന്നത്. അതിന് പുറമേ നമ്മൾ വിവിധ പരിശീലന പരിപാടികൾ, ട്രേസ് പോലെയുള്ള വിവിധ പരിശീലന പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ച് കേരളത്തിന് അകത്തും പുറത്തും സർക്കാർ മേഖലകളിലും അതേപോലെ തന്നെ സ്വകാര്യ മേഖലകളിലും ഈ കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടി വകുപ്പ് പരിശോധിച്ചുകൊണ്ട് തന്നെ സാർ നടപ്പാക്കി വരുന്നത്. ശ്രീ GS ജയലാൽ. സർ, ഈ പട്ടികജാതി നഗരങ്ങളുടെ സെറ്റിൽമെൻറ്റുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കുന്ന അംബേദ്കർ വികസന പദ്ധതി മാതൃകാപരമാണ് സർ. സർ, ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ 1 കോടി രൂപയാണ് അതിന് അനുവദിക്കുന്നത്. എന്നാൽ ഈ 1 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 1-ലധികം നഗറുകൾ വികസിപ്പിക്കാൻ സാധ്യതകളുള്ള സ്ഥലങ്ങളിൽ ഒരു നഗറിന് 1 കോടി ചെലവഴിക്കാതെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുകയും അഡീഷണലായിട്ട് കൂട്ടിച്ചേർക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് അനിവാര്യമല്ലാത്ത ചില കാര്യങ്ങളുണ്ട്, അതും ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ ചില കെട്ടിടങ്ങൾ, എന്നാൽ അനിവാര്യമായ സംഗതികളുള്ള തൊട്ടടുത്ത് നഗറുകളുണ്ട്. അപ്പോൾ ഇത് ക്ലബ് ചെയ്ത് നടപ്പിലാക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ഈ പണം ഉപയോഗിച്ച് തന്നെ നമുക്ക് കൂടുതൽ കുടുംബങ്ങൾക്ക് അനിവാര്യമായ ഘടകങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ നടപടി ശരിക്കും സർ. അതുപോലെ തന്നെ സർ, നമ്മുടെ ഭവന നവീകരണ പദ്ധതിയായ സൈഫ്, ആ പദ്ധതി കൂടുതൽ വിപുലീകരിക്കുന്നതിന് എണ്ണം വർദ്ധിപ്പിക്കുന്ന ലക്ഷ്യമിടുന്നുണ്ടോ സർ? നടപ്പ് സാമ്പത്തിക വർഷം അപേക്ഷിച്ചിട്ടുണ്ട് സാർ. ഈ പറയുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട MLA-മാരും എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിബന്ധന പ്രകാരം 25 വീടുകളുള്ള ഉന്നതിയാണ് നമ്മൾ ഈ പദ്ധതിക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ പല ഉന്നതികളിലും 25 യൂണിറ്റ് വീടുകൾ താഴെയാണ് വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്തുള്ള 2 ഉന്നതികളെ ചേർത്തുകൊണ്ട് ഒരു ക്ലസ്റ്ററായിട്ട് യൂണിറ്റ് രൂപീകരിക്കുകയും അങ്ങനെ രൂപീകരിക്കുന്ന ഉന്നതി യൂണിറ്റിന് 1 കോടി രൂപ കൊടുക്കുന്ന രീതി നമ്മളിപ്പോൾ സർക്കാർ ഉത്തരവിറക്കി ഉണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ 15 അതിൽ കുറവുള്ള 15-ൽ താഴെയുള്ള ഉന്നതികളിൽ പ്രത്യേക ഒരു ഘടകപദ്ധതിയായിട്ട് നമ്മൾ ഐശ്വര്യ ഗ്രാമം എന്ന രീതിയിൽ ഒരു പുതിയ പദ്ധതി കൂടി നടപ്പാക്കുന്ന എന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ശ്രീ വിഷ്ണുനാഥ്. സർ, അങ്ങേക്ക് മുമ്പ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ AK ബാലൻ ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് ചില ഗൗരവമായ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഒന്ന്, ഉന്നതി എന്ന പേരുമാറ്റം ഊരുകളിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. 2, ഗദ്ദിക എന്ന് പറഞ്ഞ ഒരു പദ്ധതി നിർത്തലാക്കിയത് ആ മേഖലയിൽ വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭവന പദ്ധതികളുടെ കാര്യത്തിൽ മുൻപത്തെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്തൊക്കെ പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് പ്രത്യേക ഭവന പദ്ധതി ഉണ്ടായിരുന്നു. ആ പ്രത്യേക ഭവന പദ്ധതി ഇല്ലാതായിട്ടുണ്ട്. ഈ ബഹുമാനപ്പെട്ട ശ്രീ AK ബാലൻ ഉന്നയിച്ച വളരെ ഗുരുതരമായ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ഈ ഗവൺമെൻറ് എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത്? മിനിസ്റ്റർ. സർ, നമ്മുടെ ഈ വിഭാഗത്തിൻ്റെ ഈ കോളനി എന്നുള്ള പേര് അത് കാലാനുസൃതമായി നമ്മുടെ ഒരു സാംസ്കാരിക കേരളത്തിൽ ഒരു മാറ്റമുണ്ടാക്കണമെന്നുള്ള അടിസ്ഥാനത്തിലാണ് അതിൻ്റെ പേര് കോളനി എന്നുള്ള പേര് മാറ്റിയിട്ട് ഇപ്പോൾ ഈ ഉന്നതി എന്ന് ആക്കിയിട്ടുള്ളത്. അത് സംബന്ധിച്ച് ഇവിടെ ചൂണ്ടിക്കാണിച്ച് വലിയ പരാമർശങ്ങളില്ലെങ്കിലും ഒറ്റപ്പെട്ട ചില പരാമർശങ്ങൾ ഇത്ര ഉന്നതിയിൽ നിന്ന് തന്നെ ഒരു മുപ്പന്മാർ നേരിട്ട് എനിക്ക് പരാതി ലഭിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾ പരിശോധിക്കാമെന്ന് അത്തരം പരാതിക്കാരുടെ മുമ്പിൽ നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. അതാണ് അത് സംബന്ധിച്ചുള്ള സാർ.
പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഗതിക നിർത്തിയിട്ടില്ല സാർ. ഗതിക നമ്മളിപ്പോൾ 2 സാമ്പത്തിക വർഷമായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എറണാകുളത്തും നമ്മൾ നടത്തിയിട്ടുണ്ട്, ഈ പ്രാവശ്യവും നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2 വർഷമായിട്ട് നമ്മൾ ഗതിക നമ്മൾ നല്ല രീതിയിൽ നടത്തി വരുന്നുണ്ട്. യെസ്, ശ്രീ കെ വി സുമേഷ്. സർ, നമ്മുടെ MRSകൾ നല്ല നിലയിൽ ഗവൺമെൻറ് വകുപ്പും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സർ, അവിടെയുള്ള ഒരു പ്രശ്നം, അവിടെ ഉയർന്നു വരുന്ന പരാതികൾ പരിശോധിക്കുന്നതിന് അവിടുത്തെ പ്രിൻസിപ്പലും അതിന് ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറുള്ള ഒരു സമിതിയാണ്. അവർക്കെതിരെയൊക്കെ ഉയർന്നു വരുന്ന പരാതികൾ പരിശോധിക്കുന്നതിന് ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരാളെയും കൂടി പുറത്തുനിന്ന് അതിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. അങ്ങനെ ആലോചിക്കുമെന്നുള്ളതാണ് സർ. യെസ് മിനിസ്റ്റർ. സർ, അതും ഈ പറഞ്ഞതുപോലെ ചെറിയ ഒറ്റപ്പെട്ട പരാതികൾ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് സർ. ആ കാര്യങ്ങൾ പരിശോധിച്ച് യുക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാം. ശ്രീ സനീഷ് കുമാർ ജോസഫ്. കേരളം അതിദാരിദ്ര്യ മുക്തമാണ് എന്ന് ഈ സർക്കാർ പ്രഖ്യാപിക്കുമ്പോഴും ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ അരേക്കാപ്പ്, വീരാൻകുടി ആദിവാസി ഉന്നതികളിലെ 35ഓളം കുടുംബങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി അവർക്ക് അവകാശപ്പെട്ട ഭൂമിക്ക് വേണ്ടി മാരാങ്കോട് വനമേഖലയിൽ കുടിൽ കെട്ടി താമസിക്കുന്ന സാഹചര്യമാണുള്ളത് സാർ. അതിദയനീയമായ ജീവിത സാഹചര്യങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളത്. കുഞ്ഞു കുട്ടികളടക്കമുള്ള ആളുകൾക്ക് വൈദ്യുതിയോ കറണ്ട് കണക്ഷനോ അതുപോലെ തന്നെ വെള്ളമോ ജീവിക്കാൻ വേണ്ട സാഹചര്യങ്ങളോ ഇല്ലാതെ വളരെ കഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അവർക്ക് അവകാശപ്പെട്ട ഭൂമി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഈ സർക്കാർ അടിയന്തരമായി സ്വീകരിക്കുമോ? ചോദ്യം ഉത്തരം മിനിസ്റ്റർ. സാർ, ഈ വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിലുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഉന്നതിയിലെ ആൾക്കാരെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് വലിയ ഒരു വനാന്തരത്തിൽ നിന്ന് നമ്മൾ ഈ വന്യമൃഗശല്യത്തിൻ്റെ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ആ മാറ്റി പാർപ്പിച്ചിട്ടുള്ള ആ പ്രദേശത്ത് വീണ്ടും വന്യമൃഗത്തിൻ്റെ അതിരൂക്ഷമായിട്ടുള്ള ശല്യം വർദ്ധിച്ചു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് വീണ്ടും മറ്റൊരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ ഉന്നതിയിലെ ആൾക്കാരുടെ ആവശ്യമെന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് മന്ത്രിയും മറ്റ് ഉദ്യോഗസ്ഥ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള 2 വട്ട ചർച്ച നമ്മൾ നടത്തിയിരുന്നു. ആ കാര്യങ്ങൾ തുടർന്നും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പം ഈ MLA ഉന്നയിച്ച പോലെയുള്ള ആ പ്രദേശത്ത് സാനിറ്റേഷൻ്റെ സൗകര്യം, കുടിവെള്ളത്തിൻ്റെ വിഷയം ഇല്ല എന്നുള്ളത് ശ്രദ്ധപ്പെട്ടിരുന്നു. ആ കാര്യങ്ങൾ ഒരു ടെമ്പററി ആയിട്ട് അടിയന്തരമായിട്ട് അവർക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർ. ശ്രീ PV ശ്രീനിധൻ. സർ, കോർപ്പസ് ഫണ്ടുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഇപ്പം നിലവിൽ 2014 സർക്കുലറാണ് നിലവിലുള്ളത്. അതുകൊണ്ട് പലപ്പോഴും ഈ പഴയ സർക്കുലർ നിലവിൽ നിൽക്കുന്നതിനാൽ പദ്ധതികൾ കൃത്യമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നില്ല സർ. കാരണം ST ഡിപ്പാർട്ട്മെൻറ്റ് അത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ SC ഡിപ്പാർട്ട്മെൻറ്റ് വരുമ്പോൾ ഈ വ്യക്തിഗതമായിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം ഈ സർക്കുലർ നിലനിൽക്കുന്നതിനാൽ നടപ്പിലാക്കാൻ കഴിയുന്നില്ല. ഈ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഈ സർക്കുലർ മാറ്റി പുതിയ സർക്കുലർ ഇറക്കാൻ ഗവൺമെൻറ് തയ്യാറാകുമെന്നാണ്. മിനിസ്റ്റർ. സാറി, കോർപ്പസ് ഫണ്ടിൻ്റെ വിഷയം MLA ചൂണ്ടിക്കാണിച്ചതുപോലെ അതിൻ്റെ ടെക്നിക്കൽ സാങ്കേതികവിദ്യ ചില വിഷയങ്ങൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കോർപ്പസ് ഫണ്ടിൻ്റെ നിർദ്ദേശങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ നിന്നും നമ്മൾ ശേഖരിച്ച് TDO മുഖേന നമ്മുടെ ജില്ലാതല വർക്കിംഗ് ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് ജില്ലാ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ 25 ലക്ഷം രൂപയിൽ അധികരിക്കുന്ന വർക്കുകൾ സ്റ്റേറ്റ് വർക്കിംഗ് ഗ്രൂപ്പിലേക്കും 25 ലക്ഷത്തിൽ താഴെയുള്ളത് അത് ജില്ലാതലത്തിലും അംഗീകരിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. പക്ഷേ ഇത്തരം പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള വിങ് ഡിപ്പാർട്ട്മെൻറ്റിന് സ്വന്തമായിട്ട് ഇല്ല എന്നുള്ളത് ശരിയാണ് സാർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പദ്ധതി സമയബന്ധിതമായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഗ്രാമപഞ്ചായത്തിനെ ഏൽപ്പിക്കുമ്പോൾ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതികൾക്ക് തന്നെ അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും പലപ്പോഴും അവർ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞത് ശരിയാണ്, ഇത് കാര്യങ്ങൾ അനാസൃതമായിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ശ്രീ PK ബഷീർ. ഈ അംബേദ്കർ ഗ്രാമം ഇങ്ങനെയുള്ള ഈ പദ്ധതികൾ ഒക്കെ ഇപ്പോൾ ഗവൺമെൻറ് ഉത്തരവ് കൊടുക്കുകയാണ്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് ഇങ്ങനെ സാർ. ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ തന്നെ സാർ 3 വർക്ക് ഊരാളുകളിന് കൊടുത്തിട്ടുണ്ട്. ഒരു വർക്ക് തുടങ്ങിയില്ല. ഈ 1000, 500, 250 കോടി വർക്കില്ല കൂട്ടർക്ക് തന്നെ ഈ ആദിവാസി കോളനിയിലെ 1 കോടി രൂപേൻ്റെ വർക്കും ഇവർക്ക് തന്നെ കൊടുത്തിട്ട് ഒരു പണി നടക്കണമില്ല. എന്തിനാ സാർ ഈ ഏർപ്പാട് നടക്കണേ? ഒന്നുകിൽ ഈ നിർമ്മിതിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലോ അല്ലെങ്കിൽ ടെൻഡർ ചെയ്തോട്ടെ. ഇതൊക്കെ എല്ലാ ചെറിയ ഏർപ്പാടും
ചോദ്യത്തിലേക്ക് വാ സാർ. ഞാൻ പറയട്ടെ സാർ, ഇതൊരു വിഷയം. ഇങ്ങളെ ഇത് ഊരാളുകളുടെ കുറ്റം പറയല്ല. ഓൾക്ക് 500, 50, 100, 150 കോടി രൂപയുടെ വർക്ക്, ഇവിടെ 1 കോടി രൂപയുടെ പാവപ്പെട്ട ആദിവാസികൾക്കുള്ള വർക്ക്. ഇതിവിടെ ഒരു ഓർഡർ കൊടുത്തിട്ട് അത് നടപ്പിലാകാൻ എന്താ മന്ത്രി ഇതിനെ അർത്ഥം? അവരെ പുനരധിവസിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയല്ലേ പദ്ധതി, അത് നടപ്പിലാക്കാനുള്ള നടപടി ഉണ്ടാകേണ്ടത്. അല്ലാതെ എല്ലാം കൂടി വലിയ ആൾക്കാർക്കാണ് കൊടുക്കുക. സാർ ഇതിൽ പിന്നെ അങ്ങനെ ഊരാളിങ്ങിന് തന്നെ കൊടുക്കണമെന്ന് ആ ഉത്തരവിൽ പറഞ്ഞിട്ടില്ല സാർ. അതിൻ്റെ ഉത്തരവിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഏത് ഏജൻസിനെയാണ് ഏൽപ്പിക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് അതാത് MLA-മാർക്കാണ് സാർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ MLA-മാരാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞോ. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞോ. ആ ഉത്തരവ് വായിച്ചു നോക്കണം സാർ. ആ ഉത്തരവിൽ കൃത്യമായിട്ട് ഏജൻസിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം MLA-മാർക്കാണ് സാർ കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് LSCDനെ നമുക്ക് ചുമതലപ്പെടുത്താം, അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ കീഴിലുള്ള അക്രഡിറ്റ് ഏജൻസികളെ ചുമതലപ്പെടുത്താം എന്നുള്ള കാര്യം സംബന്ധിച്ച് അതാത് MLA-മാർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം ആ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് സാർ. ശ്രീ ഡോക്ടർ മാത്യു കോയൽ നാട്. സാർ, ഞാനിത് ചോദിക്കാൻ കാരണം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദളിത് സംഘടനയുടെ മീറ്റിങ്ങിൽ പോയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്. അവർ പറഞ്ഞു E-ഗ്രാൻസ് അടക്കം പട്ടികജാതി വിഭാഗങ്ങൾ കിട്ടിയിരുന്ന ധാരാളം ആനുകൂല്യങ്ങൾ ലഭിക്കാത്തൊരു സ്ഥിതിയുണ്ട്. അതിൻ്റെ കൂടെ അദ്ദേഹം ചേർത്ത് വെച്ച് പറഞ്ഞത്, ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങളുടെ വിഭാഗത്തിൽ നിന്നും പട്ടികജാതിയിൽ നിന്നും ഒരു മന്ത്രി ഇല്ലാത്തതുകൊണ്ടാണ് സർക്കാരിൽ നിന്നും ഈ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കാത്തത്. നിങ്ങൾ ഈ കാര്യം നിയമസഭയിൽ ഉന്നയിക്കുമോ എന്ന് അവരെന്നോട് ചോദിച്ചു. അപ്പോൾ പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളിൽ കുറവ് വന്നിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. സാർ, ഈയിടയ്ക്ക് ചില പത്രമാധ്യമങ്ങളിൽ ചില തെറ്റായിട്ടുള്ള വാർത്തകൾ വന്നു സാർ. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ MLA സൂചിപ്പിക്കുന്നത്. പക്ഷേ വകുപ്പും ഗവൺമെൻറ്റും പരിശോധിച്ചു സാർ. 2026 ജനുവരി വരെയുള്ള എല്ലാ തരത്തിലുള്ള ലംസം ഗ്രാൻറ്റും സ്കോളർഷിപ്പും ഈ കാലയളവിൽ നമുക്ക് കൊടുത്തു തീർക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനി പുതിയ അപേക്ഷകൾ വരുന്നത് മാത്രമേ സാർ ഇനി പരിശോധിക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയെല്ലാം കൊടുത്തു തീർത്തിട്ടുണ്ട്. തെറ്റായിട്ടുള്ള വാർത്തയാണ് ചില പത്രമാധ്യമങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ശ്രീ ജോബ് മൈക്കൽ, പ്ലീസ് പെട്ടെന്ന്. അംബേദ്കർ ഗ്രാമ പദ്ധതിക്ക് ഇപ്പോൾ 1 കോടി രൂപയാണ് സാർ അനുവദിക്കുന്നത്. ഈ 1 കോടി രൂപയിൽ GSTയും ഏജൻസി ചാർജ് എല്ലാം ഉൾപ്പെടെ അതെല്ലാം മാറ്റിക്കഴിയുമ്പം വളരെ കുറച്ച് 72 ലക്ഷം രൂപ അല്ലെ 80 ലക്ഷം രൂപ അടുത്ത് മാത്രമേ ഒരു ഉന്നതിക്ക് പല വീടുകൾക്ക് വേണ്ടിയുള്ള ചിലവിന് വേണ്ടി കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ആ 1 കോടി രൂപ എന്നുള്ളത് GSTയും നമ്മുടെ ഏജൻസി ചാർജ് എല്ലാം മാറ്റിക്കഴിഞ്ഞാൽ വരുന്ന തുക വളരെ തുച്ഛമാണ് സാർ. ഈ തുക വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. സാർ, ഈ പറഞ്ഞത് ശരിയാണ്. നമുക്ക് GST ഒഴിവാക്കാനുള്ള നടപടി നമ്മൾ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം പദ്ധതികൾ നമ്മൾ അവിടെ സെലക്ട് ചെയ്യുമ്പോൾ വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഗുണഭോക്താവിന് തന്നെ നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് GST ഒഴിവാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ പൊതുവായിട്ട് എടുക്കുമ്പോൾ നമുക്ക് GST ഉൾപ്പെടുത്തി മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഏതായാലും വർദ്ധിപ്പിക്കുന്ന കാര്യം ഇപ്പോൾ വകുപ്പ് പരിശോധിച്ചിട്ടില്ല. ഏതായാലും ശ്രദ്ധപ്പെടുത്തുന്ന അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾ പരിശോധിക്കും സാർ. ശ്രീ ആര്യടൻ ഷൗക്കത്ത്. സർ, എൻ്റെ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ 2019 വലിയ പ്രളയത്തിൽ വീടും പാർപ്പിടം എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് 200-ലധികം ആദിവാസി കുടുംബങ്ങൾ ദുരിതം അനുഭവിക്കുക. പോത്തുകല്ല് പഞ്ചായത്തിലെ വാണിയമ്പുഴ, കുമ്പളപ്പാറ, തണ്ടക്കല്ല്, അതേപോലെ വഴിക്കടവ് പഞ്ചായത്തിൽ, പോത്തുകല്ല് പഞ്ചായത്തിൽ, കരുളായി പഞ്ചായത്തിൽ കഴിഞ്ഞ 7 വർഷമായി ഇപ്പോഴും അവർ നീല പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിലാണ് കഴിയുന്നത്. അവരെ പുനരധിവാസം ഇതുവരെ നടന്നിട്ടില്ല. അവർക്ക് ശൗചാലയമില്ല, കുടിവെള്ളമില്ല. മന്ത്രി തന്നെ നേരിട്ട് കണ്ടതാണ് സർ. തെരഞ്ഞെടുപ്പ് കാലം ഈ 6 മാസം മുൻപ് മന്ത്രി തന്നെ നേരിട്ട് കണ്ടതാണ്. എന്ന് അവരുടെ പുനരധിവാസം പൂർത്തീകരിക്കാൻ കഴിയും? അവർക്ക് അവകാശപ്പെട്ട ഭൂമി എന്ന് കൊടുക്കാൻ പറ്റും? അവർക്ക് പാർപ്പിട സൗകര്യം സാർ, ഈ പറയുന്ന പോലെ ഞാൻ നേരിട്ട് ആ പ്രദേശം ഞാൻ സഞ്ചരിച്ചിരുന്നു. പ്രളയത്തിൽ പൂർണ്ണമായിട്ടും തകർന്നിട്ടുള്ള ഒരു ഉന്നതി നിലക്ക് നേരിട്ട് പോവുകയും ആ കാര്യങ്ങൾ പരിശോധിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവരെ പുനരധിവസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും പരിശോധനയും ഇപ്പോൾ വകുപ്പ് ചെയ്തു വരുന്നുണ്ട്. അവരൊക്കെ ഒരു വനപ്രദേശത്താണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വനത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ചില വിമുഖതയൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും അവരുടെ വിഷയങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ വകുപ്പിൻ്റെ TRDM പദ്ധതി പ്രകാരം അവരെ പുനരധിവസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ഇപ്പോൾ നമ്മൾ പരിശോധിച്ച് വരികയാണ്, നടപ്പാക്കി വരികയാണ് സാർ.